ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ബി.ജെ.പി. അധികാരത്തിലേക്ക് എത്തുമെന്നാണ് ബഹുഭൂരിപക്ഷം സർവേകളും പറയുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പീപ്പിൾസ് പൾസ് പറയുന്നത് ബി.ജെ.പിക്ക് 51 മുതൽ 60 സീറ്റും ആം ആദ്മി പാർട്ടിക്ക് 10 മുതൽ 19 സീറ്റുകളും കിട്ടുമെന്നാണ്. മെട്രിക്സ് ബി.ജെ.പിക്ക് 35 വരെ സീറ്റും ആം ആദ്മി പാർട്ടിക്ക് 32 മുതൽ 37 സീറ്റുകളും കോൺഗ്രസിന് 1 സീറ്റും പ്രവചിക്കുന്നു. JBC പറയുന്നത് ബി.ജെ.പിക്ക് 39 മുതൽ 45 വരെ സീറ്റും ആം ആദ്മിക്ക് 31 വരെ സീറ്റും കോൺഗ്രസിന് 2 സീറ്റുകളും കിട്ടുമെന്നാണ്. പിമാർക്ക് ബി.ജെ.പിക്ക് 49 വരെ സീറ്റുകൾ പറയുമ്പോൾ ആം ആദ്മിക്ക് 31ഉം കോൺഗ്രസിന് 1 സീറ്റുമാണ് പ്രവചിക്കുന്നത്. എക്സിറ്റ് പോളുകൾ കൂടി അനുകൂലമായതോടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണിപ്പോൾ ബി.ജെ.പി. എന്നാൽ എക്സിറ്റ് പോളുകളെ തള്ളിക്കളയുമ്പോഴും കടുത്ത ആശങ്കയിലാണ് ആം ആദ്മി പാർട്ടി. പാർട്ടിയുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നു എന്നാണ് അവരുടെ വിലയിരുത്തൽ. 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഡൽഹിയിൽ ബി.ജെ.പി. വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് എക്സിറ്റ് പോളുകളിൽ ഭൂരിഭാഗവും പറയുന്നത്. ഡൽഹി നിയമസഭയിൽ ആകെ 70 സീറ്റുകളാണുള്ളത്. സർക്കാർ രൂപീകരിക്കാൻ അവിടെ വേണ്ടത് 36 സീറ്റുകളാണ്. ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും ബൂത്തുകൾ തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുകയാണ് ഇപ്പോൾ ഓരോ പാർട്ടികളും. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ആശങ്കയുണ്ടെങ്കിലും ആത്മവിശ്വാസം കൈവിടേണ്ട എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ നിലപാട്. അരവിന്ദ് കെജ്രിവാൾ തന്നെ ഡൽഹി മുഖ്യമന്ത്രിയായി എത്തുമെന്നും ആം ആദ്മി പാർട്ടി പറയുന്നുണ്ട്. അതേസമയം ഡൽഹിയിൽ കോൺഗ്രസ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ദുരന്തത്തിലേക്ക് നീങ്ങുകയാണ്. അതിൻ്റെ സൂചനകളാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത്. കോൺഗ്രസ് 3 സീറ്റുകൾ വരെ നേടുമെന്ന് ചാണക്യ സർവേ പറയുമ്പോൾ മറ്റെല്ലാ സർവേകളിലും മാക്സിമം 2 വരെ സീറ്റുകളാണ് അവർക്ക് കിട്ടുമെന്ന് പറയുന്നത്. ആം ആദ്മി, ബി.ജെ.പി., കോൺഗ്രസ് എന്നീ പാർട്ടികളുടെ ത്രികോണ മത്സരത്തിലാണ് ഡൽഹി വേദിയായത്. 96 വനിതകളും ഒരു ട്രാൻസ്ജെൻഡറും ഉൾപ്പെടെ 699 സ്ഥാനാർത്ഥികളാണ് അവിടെ മത്സരിക്കാനുണ്ടായിരുന്നത്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വമ്പൻ ഭൂരിപക്ഷത്തിനാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയത്. 10 വർഷമായി സീറ്റൊന്നും കിട്ടാത്ത കോൺഗ്രസിനും 28 വർഷമായി ഭരണത്തിന് പുറത്തിരിക്കുന്ന ബി.ജെ.പിക്കും ഇത് അഭിമാന പോരാട്ടമായിരുന്നു. ഇപ്പോഴത്തെ പ്രവചനങ്ങൾ വെച്ച് നോക്കിയാൽ ബി.ജെ.പി. തന്നെയാവും ഡൽഹിയിൽ അധികാരത്തിലേക്ക് എത്തുന്നത്. പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ കീഴിൽ ഒരുമിച്ച് നിന്ന് ബി.ജെ.പിയുടെ വലിയ കുതിപ്പിന് തടയിട്ടവരാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. ഇപ്പോൾ പരസ്പരം തമ്മിൽ തല്ലി ബി.ജെ.പിയുടെ കയ്യിലേക്ക് അവർ അധികാരം വെച്ച് നീട്ടുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ കാണാനാകുന്നത്. രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും രാഷ്ട്രീയമായി പക്വത ഇല്ലാത്ത നേതാക്കളാണെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഡൽഹിയിലെ വിജയം ബി.ജെ.പിക്ക് നൽകുന്നത് ഒരു സംസ്ഥാനത്തെ കേവല അധികാരം മാത്രമല്ല, ഇന്ത്യയിൽ തങ്ങളെ വെല്ലാൻ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടിനും ആവില്ലെന്ന ആത്മവിശ്വാസം കൂടിയാണ് അവർക്ക് ലഭിക്കുന്നത്. ഒരുമിച്ച് നിന്ന് വിജയം കണ്ടവർ തമ്മിൽ മത്സരിച്ച് തോറ്റുപോകുന്ന ദയനീയമായ അവസ്ഥ ബി.ജെ.പിക്ക് മുതൽക്കൂട്ടായി മാറുന്നു. അധികാരമില്ലാത്ത കേജ്രിവാൾ ഇന്ത്യ മുന്നണിയിൽ പോലും പിൻനിരയിലേക്ക് മാറി നിൽക്കേണ്ട അവസ്ഥയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്.